ഫെബ്രുവരി മാസം 11-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 മണിക്ക് മലങ്കരയുടെ 22-ാം മാർത്തോമായി മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ അഭിമന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന അഭിമന്യ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ ഈ സമ്മേളനത്തിന്, ഈ കൺവെൻഷന് അധ്യക്ഷത വഹിക്കും. മാർത്തോമ സഭയിലെ ബിഷപ്പുമാരെ കൂടാതെ ലോകപ്രസിദ്ധരായിട്ടുള്ള 2 വ്യക്തിത്വങ്ങൾ ഈ കൺവെൻഷന്റെ പ്രഭാഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഒന്ന് പ്രൊഫസർ ഡോക്ടർ ക്ലിയോഫസ് ജെ ലാറു USA, പ്രൊഫസർ മാക്കി ജെ മസാങ്കോ സൗത്ത് ആഫ്രിക്ക. ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കൺവെൻഷന്റെ വിവിധ സെഷനുകളിൽ ഈ പ്രിയപ്പെട്ടവർ നേതൃത്വം നൽകും. കൂടാതെ ആഴ്ചയിലെ തന്നെ ഒരു പ്രത്യേക സമ്മേളനമാണ് ബുധനാഴ്ച സായാഹ്നത്തിൽ 6 മണി മുതൽ ക്രമീകരിക്കുന്ന സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള അവബോധം നൽകുന്ന പ്രത്യേക സമ്മേളനം. ആ സമ്മേളനത്തിന് ഡോക്ടർ ഏബ്രഹാം മാർ സെറാഫീം മെത്രാപ്പൊലീത്ത മുഖ്യ പ്രഭാഷണം നൽകും. അതുപോലെ ബുധനാഴ്ച രാവിലെ 9:30 മണിക്ക് എല്ലാ ക്രൈസ്തവ സഭകളെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു എക്യൂമെനിക്കൽ സമ്മേളനമുണ്ട്. ആ എക്യൂമെനിക്കൽ സമ്മേളനത്തിൽ എല്ലാ സഭകളിലെയും മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ അതിൽ സംബന്ധിക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൽ കോട്ടയത്തെ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നുണ്ട്. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് ലഹരി ആസക്തിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണത്തിന്റെ ലഹരി വിമോചന യോഗം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അത് 2:30 മണിക്കുള്ള യോഗത്തിൽ പ്രഭാഷണം നൽകുന്നത് മാർ ജേക്കബ് മുരിക്കൻ പിതാവാണ്, ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ. ഇങ്ങനെ വിവിധ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ വിവിധ സെഷനുകളുടെ നേതൃത്വം നൽകുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ തിങ്കൾ മുതൽ ശനി വരെ 7:30 മുതൽ 8 വരെ പ്രത്യേക ബൈബിൾ ക്ലാസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് സഭയിൽ നിന്ന് 2 വൈദികർ നേതൃത്വം നൽകുന്നുണ്ട്. കുട്ടികൾക്കായിട്ട് ഒരു പ്രത്യേക യോഗമുണ്ട്. എല്ലാ ദിവസവും കുട്ടികൾക്കായിട്ട് പ്രത്യേക പന്തൽ ക്രമീകരിച്ചിട്ടുണ്ട്. ആ പന്തൽ വെച്ച് രാവിലെ 7:30 മുതൽ 8 വരെ അവർക്ക് വേണ്ടിയുള്ള യോഗം നടത്തപ്പെടും. 101 അംഗങ്ങൾ അടങ്ങുന്ന പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗായക സംഘം, സഭയുടെ സംഗീത സംവേദന വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, അതിന്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം, മാരാമൺ കൺവെൻഷൻ ഗായക സംഘം എല്ലാ മീറ്റിങ്ങുകളിലെയും ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് കുടുംബ വേദിയുടെ പ്രത്യേക സമ്മേളനം നടത്തപ്പെടും. അതുപോലെ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് സഭയുടെ സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെയും വെള്ളിയാഴ്ച സേവികാ സംഘം സഭയുടെ വിമൻസ് വിങ്ങിന്റെയും ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഇതിന് ആതിഥേയത്വം വഹിക്കുന്ന സുവിശേഷ പ്രസംഗ സംഘത്തിന്റെയും പ്രത്യേക യോഗം നടത്തപ്പെടുന്നുണ്ട്. കൂടാതെ ഈ കൺവെൻഷന്റെ ഒരു പ്രത്യേകതയാണ് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ 4 മണി മുതൽ 5:30 വരെ നടത്തപ്പെടുന്ന യുവവേദി സമ്മേളനം. ആ സമ്മേളനത്തിൽ ഓരോ ദിവസവും വിവിധ ആളുകൾ നേതൃത്വം നൽകുന്നുണ്ട്. ഈ വർഷം അതിന് നേതൃത്വം നൽകുന്നത് മോസ്റ്റർ ഗീവർഗീസ് മാർ സ്തേഫാനോസ് മെത്രാപ്പൊലീത്ത,
ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ, ശ്രീ ജേക്കബ് പുന്നൂസ് IPS എന്നിവരാണ് മുഖ്യ പ്രസംഗകരായിട്ടുള്ളത്. കൺവെൻഷന്റെ മറ്റൊരു പ്രത്യേകത ബുധൻ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ തമിഴ്, കന്നഡ, തെലുങ്ക്, മറാഠി, ഹിന്ദി ഈ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രത്യേക കൂട്ടായ്മ വൈകിട്ട് 7:30 മുതൽ 9 മണി വരെ ഈ പന്തൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. വെള്ളി ശനി ദിവസങ്ങളിൽ കോഴഞ്ചേരി മാർത്തോമ പള്ളിയിൽ വെച്ച് വിവിധ ശുശ്രൂഷകൾക്കായിട്ട് ഒരുക്കപ്പെടുന്നവർക്കായിട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയുള്ള സമർപ്പണ ശുശ്രൂഷ നടത്തപ്പെടും. ഞായറാഴ്ച രാവിലെ 7:30 മണിക്ക് സമീപയുള്ള 3 ദൈവാലയങ്ങളിൽ സഭയുടെ മേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന ക്രമീകരിക്കപ്പെടും. ഫെബ്രുവരി മാസം 18-ാം തീയതി രാവിലെയും ഉച്ച കഴിഞ്ഞും യോഗങ്ങളുണ്ട്. സമാപന യോഗം 18-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 മണിക്ക് നടത്തപ്പെടും. ഇതിന്റെ അനുഗ്രഹീതമായ നടത്തിപ്പിനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ വകുപ്പുകളുടെ ത്രിതല പഞ്ചായത്തുകളുടെ എല്ലാം നല്ല സഹകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി, പ്രത്യേകിച്ച് ആ ദേശത്തെ MLA കൂടിയായ മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ പത്തനംതിട്ട കളക്ട്രേറ്റിൽ അവലോകന യോഗം നടന്നു. അതുപോലെ മാരാമൺ റിട്രീറ്റ് സെന്റർ വെച്ച് ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവരുടെ അധ്യക്ഷതയിൽ വേണ്ട വിലയിരുത്തൽ നടത്തി. അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നു. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇരിക്കത്തക്കവണ്ണം തയ്യാറാക്കുന്ന പന്തലിന്റെ ഓല മേയുന്നത് ഫെബ്രുവരി മാസം 1-ാം തീയതി ഈ വ്യാഴാഴ്ച രാവിലെ 7:30 മണിക്ക് ആരംഭിച്ച് അതിന്റെ അടുത്ത ബുധനാഴ്ച 6-ാം തീയതിയോടുകൂടി ഇത് പൂർത്തിയാക്കത്തക്കവണ്ണമാണ് ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഓല മേയുന്നതിന്റെ ഒരു പ്രത്യേകത, മാരാമണ്ണിന് ചുറ്റുപാടുമുള്ള 30 പള്ളികളിലെ ജനങ്ങൾ ഒരുമിച്ച് ഓല ക്രമപ്പെടുത്തി അവർ തന്നെയാണ് ഈ ഓല മേയുന്ന ക്രമീകരണങ്ങൾ ഏർപ്പെടുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ വിവിധ രീതിയിൽ ഇതിന്റെ ക്രമീകരണങ്ങൾ പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നു. ഇതില് പ്രത്യേകിച്ച് മീഡിയ ഒക്കെ നൽകുന്ന എല്ലാ സഹകരണത്തിനായിട്ടും പ്രത്യേകമായിട്ടുള്ള നന്ദി. ഈ കൺവെൻഷന്റെ തുടർന്നുള്ള കാര്യങ്ങളിലും നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഉണ്ടാകുവാനും കൺവെൻഷന്റെ മെസ്സേജ് ഉൾപ്പെടെ എല്ലാ ദിവസവും ജനഹൃദയങ്ങളിൽ എത്തത്തക്കവണ്ണം സംവേദനം ചെയ്യപ്പെടത്തക്കവണ്ണം നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്ന് പ്രത്യേകിച്ച് താല്പര്യപ്പെടും.